തണ്ടർബോൾട്ട് കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘം അരീക്കോട് SOG ക്യാമ്പിൽ പരിശോധന നടത്തുകയാണ്. ഡിവൈഎസ്പി KC സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിക്കുന്നത്. വിനീതൻ SOG ക്യാമ്പിൽ തൊഴിൽ പീഡനം നേരിട്ടോ അവധി നിഷേധിക്കപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും. SOG ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷംസീർ ചേരുന്നു. അന്വേഷണം ഏതൊക്കെ വഴിക്കാണ് ഷംസീർ പുരോഗമിക്കുന്നത്? ഏതൊക്കെ ആക്ഷേപങ്ങളാണ് അന്വേഷണ സംഘം ഗൗരവത്തിലെടുത്തിട്ടുള്ളത്? നിഷാദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അരീക്കോട്ടെ SOG ക്യാമ്പിന് മുന്നിലാണ്. ഈ ക്യാമ്പിനകത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കൊണ്ടോട്ടി ഡിവൈഎസ്പി KC സേതു, ഒപ്പം തന്നെ ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്തെത്തി ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിഭാഗം ആ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്ന അടക്കമുള്ള പരിശോധനകൾ നടത്തുമ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു, ആ തരത്തിലുള്ള ആക്ഷേപങ്ങൾ സാധൂകരിക്കും വിധമുള്ള മൊഴികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമായും വിനീതിന് അവധി നിഷേധിക്കപ്പെട്ടോ മറ്റൊന്ന് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ പീഡനങ്ങൾ ഉണ്ടായോ എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും പരിശോധനയുടെ ഭാഗമാവുക. ഈ തരത്തിലുള്ള ഈ ക്യാമ്പിനകത്തെ എന്തെങ്കിലും സാഹചര്യമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിലൂന്നിയുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുക. ഡിവൈഎസ്പി KC സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഈ ക്യാമ്പിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അല്പസമയത്തിനകം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. കുറ്റവാളികളായവർക്കെതിരെ കർശന നടപടിയുണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് SOG ക്യാമ്പിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മാർച്ച് ഇവിടെ തുടങ്ങും. ഇന്നലെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ക്യാമ്പിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധം കൂടി ഇപ്പോൾ SOG ക്യാമ്പ് കേന്ദ്രീകരിച്ച്